ഹലോ മക്കളെ, അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇത്രയുള്ളൂ, നമ്മുടെ സ്കൂളിലെ വർക്കിംഗ് ഡേയ്സ് എത്രത്തോളമാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ ശുപാർശകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വേഗം തന്നെ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് 5 വർക്കിംഗ് ഡേയ്സ് മതി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമുക്ക് 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഇപ്പോൾ സാധാരണ സ്കൂൾസിലൊക്കെ ഉള്ളത്. അതായത് സാറ്റർഡേ സൺഡേ നമുക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ചില സ്കൂൾസിൽ ഇതേപോലെ സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിൽ എന്ത് ചെയ്യും, സാറ്റർഡേ ക്ലാസ് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ സാറ്റർഡേ ക്ലാസ് വേണ്ട. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത രീതിയിൽ മാസത്തിലൊരു ശനിയാഴ്ച അധ്യയന ദിനമാക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൈസ്കൂളിലെ പ്രവൃത്തി സമയം, അതായത് ഹൈസ്കൂളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ സ്കൂൾസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് 10 മണി മുതൽ 4 മണി വരെയാണ് സാധാരണ നമ്മുടെ വർക്കിംഗ് ടൈം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നതും വരുന്നതുമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ഒരു പ്രവൃത്തി സമയം എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം കൂട്ടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രാവിലെ 9:30, നമ്മൾ 10 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് 9:30, ഒരു അരമണിക്കൂറും കൂടെ കൂട്ടിയിട്ട് 9:30 മുതലും പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം 4 മണി എന്നുള്ളത് 4:30 വരെ ആക്കാം എന്നുള്ളതാണ് വന്നിട്ടുള്ളത് ആ ഒരു ശുപാർശ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള ഇടവേള, നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരിക്കല്ലോ. അപ്പോൾ ആ ഒരു ലഞ്ച് ബ്രേക്ക് 5 മിനിറ്റ് കുറച്ച്, അതായത് ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്ക് 5 മിനിറ്റ് കുറച്ച് വൈകുന്നേരത്തെ ഇൻ്റർവെൽ സമയം 5 മിനിറ്റിൽ നിന്ന് 10 മിനിറ്റേക്ക്, അതായത് അവിടെ കുറയ്ക്കുന്നത് ഇവിടെ കൂട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്കിൽ നിന്നും 5 മിനിറ്റ് കുറച്ച് വൈകുന്നേരത്തുള്ള ഇൻ്റർവെൽ, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇൻ്റർവെൽ ഉണ്ടല്ലോ, ആ സമയം 5 മിനിറ്റിൽ നിന്ന് 10 മിനിറ്റ് ആക്കി കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കലാകായിക മത്സരങ്ങൾ പരമാവധി എന്ത് ചെയ്യണം, ശനിയാഴ്ചകളിലേക്ക് ആക്കി മാറ്റണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ടേം എക്സാംസ് ഉണ്ട് അല്ലേ, അതായത് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സാംസ് ഉണ്ട്. അതായത് നമ്മുടെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം. ഓക്കെ, അപ്പോൾ ഈ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എന്നുള്ളത് ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് അതൊന്ന് മാറ്റിയിട്ട്, അതായത് നമുക്കിപ്പോൾ ഓണം എക്സാം ഉണ്ട്, ക്രിസ്മസ് എക്സാം ഉണ്ട്, ദെൻ ഫൈനൽ എക്സാം, ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് 3 ടേം ആയിട്ടാണ് നമ്മുടെ എക്സാംസ് നടക്കുന്നത്. അത് മാറ്റിയിട്ട് അത് 3-ൽ നിന്നും 2 ആക്കി മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒക്ടോബറിൽ സാധാരണ നമുക്ക് ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓണം എക്സാം ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഡിസംബറിലൊക്കെ ആയിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാം, ദെൻ മാർച്ചിലായിട്ട് പബ്ലിക് എക്സാം, ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അത് മാറ്റിയിട്ട് ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷ, അതായത് ഹാഫ് ഇയർലി എക്സാം എപ്പോൾ നടത്തണം, ഒക്ടോബറിൽ നടത്തണം. പിന്നെ അതിനുശേഷം നേരെ പബ്ലിക് എക്സാം, അങ്ങനെ 2 എക്സാം ആക്കി നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ നേരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനി അതൊന്ന് നോക്കിയിട്ട് അതിലെന്തൊക്കെയാണ് സ്വീകരിക്കാനുള്ളത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ പറയുമെന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് നല്ലതായിട്ടാണോ തോന്നുന്നത് എന്നുള്ളത് എന്താ ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.